ഹലോ നമസ്കാരം. പവർ പോയിന്റ് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് തുടർന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രസൻറ്റേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അത് പ്രസൻറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ അതിൽ ഡിസൈൻ എങ്ങനെ സെറ്റ് ചെയ്യാം, ട്രാൻസിഷൻ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് അനിമേഷൻ എന്ന ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, എന്തിനാണ് അനിമേഷൻ യൂസ് ചെയ്യുന്നത്, എന്താണ് ട്രാൻസിഷനും അതേപോലെ തന്നെ അനിമേഷനും തമ്മിലുള്ള ഡിഫറൻറ്റ് എന്നൊക്കെയാണ്. ട്രാൻസിഷനും അനിമേഷനും തമ്മിലുള്ള ഡിഫറൻറ്റ് എന്ന് പറഞ്ഞാൽ, ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളത്തെ ഈ സ്ലൈഡിന് മുഴുവനായിട്ടും നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു അനിമേഷന് ചേർത്ത് കൊടുക്കാൻ, ഈ സ്ലൈഡിന് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു അനിമേഷൻ ചേർത്ത് കൊടുക്കാനാണ് ട്രാൻസിഷന് യൂസ് ചെയ്യുന്നത്. എന്നാൽ അനിമേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളത്തെ ഒബ്ജക്റ്റുകൾക്കൊക്കെ അനിമേഷൻ ചേർത്ത് കൊടുക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, അനിമേഷൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളത്തൊന്നും ഇവിടെ ഉള്ളതൊന്നും ആക്റ്റീവ് അല്ല, കാരണം നമ്മൾ ഇന്നത്തെ ഒരു ഒബ്ജക്റ്റും സെലക്ട് ചെയ്തിട്ടില്ല. ഇതിലേതെങ്കിലും ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യൂ, ഇതിൻ്റെ ഉള്ളത്തെ ഈ ടൂളുകളൊക്കെ ആക്റ്റീവായി വരും. അപ്പോൾ ഞാൻ ബേസിക് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞ ഈ ഒബ്ജക്റ്റ് ഞാൻ സെലക്ട് ചെയ്തു. ഇനി ഇവിടുന്ന് പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് എന്തെങ്കിലും അനിമേഷൻ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിവ്യൂ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പ്രിവ്യൂ വർക്ക് ചെയ്യണില്ല, കാരണം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു അനിമേഷനും നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു അനിമേഷൻ ഇതിന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ വന്ന് നമുക്ക് പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് നമ്മൾ എന്ത് അനിമേഷനാണോ കൊടുത്തത് അത് നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. അനിമേഷൻ ഇത്രയൊന്നല്ല വരുന്നത്, ഒട്ടനവധി അനിമേഷൻസ് വരുന്നുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിതുപോലെ ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇതിന് ഏത് രൂപത്തിലുള്ള അനിമേഷനാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഇത് മാത്രമല്ല വരുന്നത്, ഇവിടെ മോർ എൻട്രൻസ് എഫക്റ്റ്, അതായത് എൻട്രൻസ് ഉള്ളിൽ ഇവിടേക്ക് വരുന്ന രൂപത്തിലുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. അതേപോലെ എംഫസിസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വന്നതിനെ തന്നെ നമുക്ക് വേണ്ട രൂപത്തിലേക്ക് മാറ്റുന്നത് ചൂസ് ചെയ്യാം. അതേപോലെ എക്സിറ്റ് എഫക്റ്റ്, അതായത് പുറത്തേക്ക് പോകുന്ന രൂപത്തിലുള്ളത് വേണമെങ്കിൽ ചേർക്കാം. അതേപോലെ മോശം പാത്ത്, അതായത് നമ്മുടെ ഇഷ്ടമുള്ള രൂപത്തിലുള്ള ഓരോ ഓപ്ഷൻസുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ അനിമേഷൻസ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏത് അനിമേഷന് നമ്മളിവിടുന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിലും അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടെ അതിൻ്റെ ഒരു ഡെമോ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇതിലെ ഓരോ ടൂളുകളും ജസ്റ്റ് ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു അനിമേഷന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു അനിമേഷൻ ഇവിടുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, എഫക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഡൗണിൽ നിന്നും മുകളിലോട്ടാണ് പോകുന്നത്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ലെഫ്റ്റിലേക്ക്, അതേപോലെ തന്നെ ഇവിടെ വന്ന് ലെഫ്റ്റ് സൈഡിലേക്ക്, അതേപോലെ തന്നെ ടോപ്പ് ടു ലെഫ്റ്റ്, അതേപോലെ തന്നെ ടോപ്പ് ടു ബോട്ടം, അങ്ങനെ ഏത് രൂപത്തിലാണോ ഇതിൻ്റെ ഡയറക്ഷന് അത് നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറേ ഡയറക്ഷൻ്റെ മോഡലുകളുണ്ട്, ഏത് ഡയറക്ഷനാണോ നമുക്ക് വേണ്ടത് അത് ചൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ആഡ് അനിമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിലൊരു അനിമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു അനിമേഷൻ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന അനിമേഷൻ പോയിട്ട് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഏത് അനിമേഷനാണോ കൊടുത്തത് അതായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്ത് വരിക. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അനിമേഷൻ പോയിട്ട് നമ്മൾ ലാസ്റ്റ് കൊടുത്ത അനിമേഷൻ ആയിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്ത് വരിക. അപ്പോൾ ആ പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ആഡ് അനിമേഷൻ ഉപയോഗിക്കുന്നത്. അതായത് ഓരോ ഒബ്ജക്റ്റിന് തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ അനിമേഷൻസുകളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, എഫക്റ്റ് ഓപ്ഷന് ആഡ് അനിമേഷന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏത് രൂപത്തിലുള്ള അനിമേഷനാണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന്, അതായത് ഇതിലേക്ക് നമുക്ക് വീണ്ടും വീണ്ടും അനിമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഈ ഒരു ടൂളിന്, അതായത് ഈ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യും, ഒന്നിൽ കൂടുതൽ അനിമേഷൻസ് നമുക്കിതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഒന്നിൽ കൂടുതൽ അനിമേഷൻസുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആഡ് അനിമേഷന് യൂസ് ചെയ്യുന്നത്. ഈ ടൂൾ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇവിടെ വരുന്നതാണ് റീഓർഡർ അനിമേഷന്. ഇപ്പോൾ ഇതിന് രണ്ട് അനിമേഷൻസ് നമ്മളിവിടെ ചേർത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് മുകളിൽ നിന്നും താഴെ നിന്നും മുകളിലോട്ടും, പിന്നെ ഒന്ന് ഇതുപോലെ വരുന്നതും. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ അനിമേഷനാണ് നമുക്ക് താഴെ നിന്നും മുകളിലോട്ട് വരുന്നത്. അതേപോലെ രണ്ടാമത്തെ അനിമേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കടന്നിട്ട് തന്നെ മാറ്റം വരുന്നത്. ഇതിൻ്റെ ഓർഡർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്ന ഈ രൂപത്തിലേക്കുള്ളത് മാറ്റാം, എന്നിട്ടായിരിക്കും രണ്ടാമത് വരിക. ഇനി രണ്ടാമത് ഉണ്ടായിരുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അപ്പോൾ ഓൾറെഡി ഒരു ഒബ്ജക്റ്റിന് അനിമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീഓർഡർ അനിമേഷൻ ഉപയോഗിക്കുന്നത്. ഏത് അനിമേഷനാണോ ആദ്യം വരേണ്ടത് അത് തീരുമാനിക്കാനാണ് റീഓർഡർ അനിമേഷൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഓരോന്നും ഏത് സമയത്ത് ഡിസ്പ്ലേ ആണെന്നുള്ളതും നമുക്കിവിടെ ഏത് പൊസിഷനിലാണ് അത് വരുന്നത് എന്നുള്ളതും ഇവിടെ കാണിച്ചു തരുന്നുണ്ട്.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലുള്ള ഈ ടൂളുകൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയൊരു പ്രസൻറ്റേഷൻ തയ്യാറാക്കുന്നുണ്ട്. ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വേർഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്തൊരു ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലൊരു കളർ ചേർക്കാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്കൊരു കളർ ഇവിടുന്ന് ആഡ് ചെയ്യാം. ഓക്കേ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു അനിമേഷൻ ചേർക്കാം. ഒന്നാമത്തെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, അതിന് നമ്മൾ ഇവിടുന്ന് ഒരു അനിമേഷന് ചേർത്ത് കൊടുത്തു. അതേപോലെ രണ്ടാമത്തെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, അതിന് നമ്മൾ വേറൊരു അനിമേഷന് കൂടി ഇവിടെ ചേർത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് അനിമേഷൻ പാൻ എന്നാണ് ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ അനിമേഷൻ പാൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ കൊടുത്ത ഓരോ അനിമേഷൻസുകളും നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഒരു ലിസ്റ്റിലായിട്ട് കാണിച്ചു തരും. ഇതിൽ ആവശ്യമില്ലാത്ത അനിമേഷൻസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഓരോന്നിനും നമ്മൾ കൊടുത്ത അനിമേഷൻസുകളൊക്കെ നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് അനിമേഷൻ പാനിൽ പോയിട്ട് റിമൂവ് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന് അനിമേഷൻ കൊടുത്താൽ അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അനിമേഷൻ പാന് യൂസ് ചെയ്യാം. അപ്പോൾ അത് നോക്കുക. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ട്രിഗർ. അപ്പോൾ അതെങ്ങനെ ചെയ്യണേന്ന് നോക്കാം. പുതിയൊരു സ്ലൈഡ് ഞാൻ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ലേഔട്ട് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലാങ്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ആദ്യം ഇതിൻ്റെ ഉള്ളിലൊരു ഒബ്ജക്റ്റ്, ഒരു ഷേപ്പ് ഞാനിവിടെ വരച്ചു കൊടുത്തു. ഓക്കെ, ഒരു സിമ്പിളായിട്ടൊരു ഷേപ്പ് ഞാനിവിടെ വരച്ചു കൊടുത്തു. ഇതിൻ്റെ താഴെ ഞാൻ വേറൊരു ഷേപ്പ് കൂടി വരച്ചു കൊടുത്തു. ഇനി എന്ത് ചെയ്യാം, ഈ ഒന്നാമത്തെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം അനിമേഷനിൽ പോയിട്ട് നമുക്ക് സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഇവിടെ വന്നൊരു അനിമേഷന് ആഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഇതിൽ തന്നെ, അതായത് ഒന്നാമത്തെ ആ ഒബ്ജക്റ്റിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്ന് ട്രിഗറിൽ പോവുക. ഇവിടെ ഓൺ ക്ലിക്കിങ്ങിൽ റെക്റ്റാങ്കിൾ 4 ഉണ്ട്. അതായത് ഈ റെക്റ്റാങ്കിളിൻ്റെ പേരാണ് ഇവിടെ റെക്റ്റാങ്കിൾ 4 എന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇത് സെലക്ട് ചെയ്തു. ഇനി ഇത് പ്ലേ ചെയ്യുമ്പോൾ നോക്കൂ, ഇവിടെ വന്ന് സ്ലൈഡ് ഷോയിൽ പോയിട്ട് ഫ്രം ബിഗിനിങ്ങിൽ ക്ലിക്ക് ചെയ്ത് പ്ലേ ചെയ്യുമ്പോൾ നോക്കൂ, എപ്പോഴാണോ നമ്മൾ ഈ രണ്ടാമത്തെ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നത് ആ സമയത്ത് മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ആനിമേഷന് നമുക്കിതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരിക. എപ്പോഴാണോ നമ്മൾ രണ്ടാമത്തെ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നത് ആ സമയത്തായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ അനിമേഷൻസ് ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു അനിമേഷൻ ആക്റ്റീവായി വരാൻ വേണ്ടിയിട്ടാണ് അനിമേഷനിൽ ട്രിഗർ എന്ന് പറഞ്ഞൊരു ഓപ്ഷന് ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് അനിമേഷൻ പെയിൻറ്റർ. അനിമേഷൻ പെയിൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ അനിമേഷൻ കോപ്പി ചെയ്തിട്ട് മറ്റൊന്നിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനാണ് അനിമേഷൻ പെയിൻറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാൻ സിമ്പിളാണ്. ഏത് ഷേപ്പിൻ്റെയാണോ അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റിൻ്റെയാണോ അനിമേഷൻ കോപ്പി ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അനിമേഷൻ പെയിൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏതിലേക്കാണോ അത് ആഡ് ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്താൽ ഇതിലുണ്ടായിരുന്ന അനിമേഷന് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഏതിലാണോ ക്ലിക്ക് ചെയ്തത് അതിലേക്ക് അപ്ലൈ ചെയ്ത് വന്നിട്ടുണ്ടാവും. അതിനാണ് അനിമേഷൻ പെയിൻറ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വരുന്നതാണ് സ്റ്റാർട്ട്. ഇതിൽ നമ്മൾ ഓൺ ക്ലിക്കാണ് കൊടുക്കുന്നത്. ഒന്നാമത്തെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് ഓൺ ക്ലിക്ക് കൊടുത്തു, രണ്ടാമത്തെ ഒബ്ജക്റ്റും സെലക്ട് ചെയ്ത് ഓൺ ക്ലിക്ക് കൊടുത്തു. ഇനി ഇത് പ്ലേ ചെയ്യുമ്പോൾ നോക്കൂ, എപ്പോഴാണോ നമ്മൾ കീബോർഡിൽ സ്പേസ് ബാറിൽ അമർത്തുന്നത് അപ്പോൾ മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ അനിമേഷന് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇനി ഇവിടെ വന്ന് അനിമേഷനിൽ ഓൺ ക്ലിക്കിന് പകരം നമ്മളിവിടെ വന്ന് വിത്ത് പ്രിവ്യൂസ് സെലക്ട് ചെയ്തു, രണ്ടാമത്തത് സെലക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, വിത്ത് പ്രിവ്യൂസ് സെലക്ട് ചെയ്തു. ഇനി നമ്മളിത് പ്ലേ ചെയ്യുമ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, രണ്ടും നമുക്ക് എന്തായിരിക്കും, ഒപ്പമായിരിക്കും നമുക്കിതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരിക. എവിടെ അമർത്ത് ക്ലിക്ക് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ആഫ്റ്റർ പ്രിവ്യൂസ് ആണ് കൊടുക്കണമെങ്കിൽ ആദ്യത്തത് വന്നതിന് ശേഷമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, രണ്ടാമത്തത് ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ അത് പ്ലേ ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് വരും, അതിന് ശേഷമായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അത് 0.75 1 സെക്കൻഡ് അങ്ങനെയുള്ള സമയത്തിനനുസരിച്ചാണ് ഇത് പ്ലേ ചെയ്യുന്നത്. നമുക്കിതിൽ ടൈമിങ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഡ്യൂറേഷന് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇത് പ്ലേ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അത്രയും സമയം എടുത്തൊരു 3 സെക്കൻഡ് കൊണ്ടായിരിക്കും അതിൻ്റെ ആ അനിമേഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ എത്ര ഡ്യൂറേഷൻ വേണമെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ വരുന്നതാണ് ഡിലേ. ആദ്യത്തെ ഒരു അനിമേഷൻ വന്നിട്ട് രണ്ടാമത്തത് അനിമേഷൻ വരാൻ എത്രത്തോളം വെയിറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കാനാണ് ഡിലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്ലേ ചെയ്യുമ്പോൾ നോക്കൂ, ആദ്യത്തെ ഒരു അനിമേഷൻ വന്നു, എന്നിട്ട് 2.75 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും രണ്ടാമത്തെ ഒബ്ജക്റ്റ് നമുക്ക് ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരിക.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അനിമേഷൻ എന്ന ടാബിൽ പവർ പോയിന്റിൽ വരുന്നത്. ഇതിൽ ഓരോ ടൂളും എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.